ആരോമൽ എസ് നായർ, ബെർലിനിന്റെ പൂർവ്വ വിദ്യാർത്ഥി. ഇന്ന് ആരോമൽ AFMCയിൽ തന്റെ MBBS പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ബെർലിൻ സ്റ്റഡി സെന്ററിലൂടെ ഒരുപാട് മലയാളി വിദ്യാർത്ഥികളാണ് AFMC എന്ന സ്വപ്നം നേടിയിരിക്കുന്നത്. 2025 ഏപ്രിലിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം ആരോമൽ ഇനി അറിയപ്പെടുന്നത് ലഫ്റ്റനന്റ് ആരോമൽ എസ് നായർ എന്നാണ്. AFMCയിൽ നിന്നും തന്റെ കരിയറിന് പുതിയ തുടക്കം കുറിക്കുന്ന ആരോമലിന് കേരളമെമ്പാടുമുള്ള ജനതയോട് പറയാനുള്ള വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾക്ക് പാസിംഗ് ഔട്ട് പരേഡ് കാണുമ്പോൾ അതൊരു പരേഡായിരിക്കും, പക്ഷെ അത് 62 വയസ്സ് വരെ നിങ്ങൾക്ക് 2 ലക്ഷത്തിന് മേളിൽ ശമ്പളവും അതിനുശേഷം 1.5 ലക്ഷത്തിന് മേളിൽ പെൻഷനും ഗവൺമെന്റ് നിങ്ങൾക്ക് ഉറപ്പിച്ചു എന്ന് കാണിക്കുന്ന ഒരു പരേഡാണ് പാസിംഗ് ഔട്ട് പരേഡ്. നിങ്ങൾ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ കുട്ടികൾ 3 ജനറേഷനെ സെക്യൂർ ആയി എന്ന് കാണിക്കുന്ന ഒരു പരേഡാണ് പാസിംഗ് ഔട്ട് പരേഡ്. കോ കരിക്കുലേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ എന്താണോ 12th മുമ്പ് വരെ, നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആണോ, എന്താണോ, അതെല്ലാം 4 വർഷം കൊണ്ട് ഇവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് പോയിരിക്കും. നമസ്കാരം, ഞാൻ മെഡിക്കൽ കേഡറ്റ് ആരോമൽ എസ് നായർ, ഫൈനൽ ഇയർ MBBS കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം എൻ്റെ മുമ്പുള്ള ബ്രില്യൻറ്റിലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പം അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്കിപ്പം ഒന്നുകൂടെ റീഎൻഫോഴ്സ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, കേരളത്തിലെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു ഡോക്ടർ ആകുക എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് പേരൻസിനെങ്കിലും ഒരു സ്വപ്നമാണ് മക്കളെ ഡോക്ടർ ആക്കുക എന്നുള്ളത്. പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നമാണ് പട്ടാളത്തിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ 2 സ്വപ്നങ്ങളും കൂടെ കൾമിനേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് AFMC. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 9th സ്റ്റാൻഡേർഡ് മുതൽ സ്വപ്നം കണ്ടിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് AFMC. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു കൾച്ചറാണ്. ഇപ്പൊ എൻ്റെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ജൂനിയേഴ്സിനെ തന്നെ അറിയാം. എല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് 1-2 വാക്കുകളെങ്കിലും ഞാൻ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറാണ് എന്നെ ഇവിടെ AFMCയിലേക്ക് കൊണ്ടുവന്നത്. ഏതൊരു മെഡിക്കൽ കോളേജ് എന്നതും പോലെ, ഏതൊരു കോളേജ് എന്നതും പോലെ എല്ലാ കോളേജിനും അതിൻ്റെതായ ഒരു കൾച്ചറുണ്ട്. എസ്പെഷ്യലി ആർമിക്ക് അതിൻ്റെതായ ഒരു കൾച്ചറുണ്ട്. അപ്പം 150 സ്റ്റുഡൻസ് 150 വീടുകളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർക്കെല്ലാവർക്കും പല തരത്തിലുള്ള ബ്രിങ്ങിങ് അപ്പുകളും ഫാമിലീസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരെ എല്ലാം ഒരു കോമൺ കൾച്ചറിലേക്ക് ആക്കാൻ ഓബ്വിയസ്ലി നമ്മുടെ സീനിയേഴ്സ് നമ്മളെ ഒരുപാട് സഹായിക്കും. AFMCയിൽ ആദ്യത്തെ 6 മാസം നമ്മൾ ആ കൾച്ചറിലേക്ക് വരുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അടുത്തത് നമുക്ക് MBBS ആണല്ലോ. അപ്പൊ നമുക്ക് MBBSനെ പറ്റി തന്നെ പറയാം. ഏറ്റവും നല്ല ടീച്ചേഴ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ളത്. ഏറ്റവും നല്ല എക്യുപ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇത് നിങ്ങൾ പറയുന്ന പോലെ എയിംസ്, CMC വെല്ലൂർ, ജിപ്മർ അതുപോലത്തെ കോളേജുകളോടൊക്കെ തന്നെ കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കോളേജാണ് നമ്മുടെ. അപ്പം അക്കാഡമിക്സിന്റെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. അടുത്തതാണ് മെയിൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. നമുക്ക് ഒരു ഡോക്ടർ എന്നല്ലാതെ നമുക്ക് എന്ത് ലൈഫിലാകണം. നമുക്കൊരു ചെസ് പ്ലെയർ ആകണോ, നമുക്കൊരു മാരത്തോൺ റണ്ണർ ആകണോ. എന്നെ കണ്ടാൽ ഒരു മാരത്തോൺ റണ്ണറായിട്ട് തോന്നില്ലെങ്കിലും ഞാനും ഒരു 21 കിലോമീറ്റർ ഓടിയ റണ്ണറാണ്. നമുക്ക് അങ്ങനെ ഒരു എൻവയോൺമെന്റ് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്താലേ നമുക്ക് അങ്ങനെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ നോയൽ നല്ലൊരു അത്ലറ്റ് ആണ്. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരുപാട് നല്ല ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ് ഉണ്ട്. നമ്മുടെ I3 ബാച്ചിലെ ഗേൾസ് എല്ലാം നല്ല ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ് ആണ്. ഷിബു ഒരു നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ്. അവിടെ നമ്മുടെ രേവത്ത് ഒരു ജിംനേഷ്യം, ബോഡി ബിൽഡിംഗ് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ദേവനാരായണൻ നല്ലൊരു സിംഗറാണ്. അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം MBBS എന്ന് പറയുന്നത് എത്ര ഡിഫിക്കൽട്ടായിട്ടൊരു കോഴ്സാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കോ കരിക്കുലേഴ്സ് കൊണ്ടുപോകാൻ നമ്മളെ അതിനുവേണ്ടി ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് AFMC. അപ്പം അതിവിടെ ഏത് സ്റ്റുഡന്റിനോട് നിങ്ങൾക്ക് ചോദിച്ചാലും മനസ്സിലാവും. നമ്മൾ ആക്ച്വലി പർപ്പസ്ഫുള്ളി നമ്മൾ ജോയിൻ ചെയ്യാതിരിക്കുവാണ്. അത്രയധികം ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഒരു MBBS പഠനത്തോടൊപ്പം തന്നെ കോ കരിക്കുലേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ എന്താണോ 12th മുമ്പ് വരെ, നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആണോ, എന്താണോ, അതെല്ലാം 4 വർഷം കൊണ്ട് ഇവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് പോയിരിക്കും. അപ്പോൾ അതാണ് AFMC നിങ്ങൾക്ക് തരുന്ന മറ്റൊരു ലക്ഷ്യം. ഇനി ഞാൻ ഒത്തിരി നീളിപ്പിക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് ക്ലൈമാക്സിലേക്ക് വരാം. പാസിംഗ് ഔട്ട് പരേഡ്, അതാണ് എല്ലാ പേരൻസിന്റെയും എല്ലാ സ്റ്റുഡൻസിന്റെയും ഒരു ഡ്രീം പാസിംഗ് ഔട്ട് പരേഡാണ്. അടുത്ത 1 മാസത്തിനുള്ളിൽ ഞാനും ഇവിടുന്ന് പാസ് ഔട്ടായി പോകും. അപ്പം നിങ്ങൾക്ക് പാസിംഗ് ഔട്ട് പരേഡ് കാണുമ്പോൾ അതൊരു പരേഡായിരിക്കും, പക്ഷെ അത് 62 വയസ്സ് വരെ നിങ്ങൾക്ക് 2 ലക്ഷത്തിന് മേളിൽ ശമ്പളവും അതിനുശേഷം 1.5 ലക്ഷത്തിന് മേളിൽ പെൻഷനും ഗവൺമെന്റ് നിങ്ങൾക്ക് ഉറപ്പിച്ചു എന്ന് കാണിക്കുന്ന ഒരു പരേഡാണ് പാസിംഗ് ഔട്ട് പരേഡ്. നിങ്ങൾ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ കുട്ടികൾ 3 ജനറേഷനെ സെക്യൂർ ആയി എന്ന് കാണിക്കുന്ന ഒരു പരേഡാണ് പാസിംഗ് ഔട്ട് പരേഡ്. എല്ലായിടത്തും കൺവക്കേഷൻ സെറമണികളുണ്ട്, പക്ഷേ AFMC നിങ്ങൾക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു ആർമി ഓഫീസർ ആകുക എന്നുള്ളത് അത് വളരെ യുണീക്കാണ് AFMCയുടെ കാര്യത്തിൽ. ഇപ്പം നീറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവരും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്രില്യന്റിനെ അപ്രോച്ച് ചെയ്യാം. കാരണം ഒരു ഡൗട്ടും വെച്ചേക്കരുത് എന്തെങ്കിലും AFMCയെ പറ്റി. പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടാവും. ഇതൊരു ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ
എന്തായിരിക്കും പാടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രില്യന്റിനെ അപ്രോച്ച് ചെയ്തിരിക്കണം. AFMC വരാൻ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തിരിക്കും. കാരണം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് 4.5 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായത്. Brilliant Study Center, India's #1 coaching center for NEET and JEE.